2011 ഒക്ടോബർ 20 ലിബിയയുടെ തീരനഗരമായ സിർട്ടിന്റെ തെരുവുകളിലൂടെ അവസാനമായി യുദ്ധക്കൊടി പാറിക്കൊണ്ടിരുന്ന ദിവസം. വാഹനവ്യൂഹത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വൃദ്ധന്റെ നിഴൽ, അയാളെ വളഞ്ഞ വിമത സൈനികരുടെ ആക്രോശങ്ങൾ, ലിബിയൻ ജനതയെ 42 വർഷം അടക്കി ഭരിച്ച സഹോദര നേതാവ് മുഅമ്മർ ഗദ്ദാഫിയുടെ അന്ത്യം. അത് ഒരൊറ്റ നിമിഷത്തിലെ രക്തരൂഷിതമായ ആൾക്കൂട്ട നീതിയായിരുന്നു. ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വിചിത്രവും വിവാദപരവുമായ ഏകാധിപതിയുടെ കഥയ്ക്ക് അവിടം പൂർണ്ണവിരാമമായി. ഒരു ബെഡൂയിൻ നാടോടിയായി ജനിച്ച് ഒരു സൈനിക വിപ്ലവകാരിയായി വളർന്ന് ഒടുവിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ വിറപ്പിച്ച സ്വേച്ഛാധിപതിയായി മാറിയ ആ ജീവിതയാത്രയിലേക്ക് നമുക്ക് തിരിയാം. ലിബിയയെ ലോകഭൂപടത്തിൽ ഒരെണ്ണശക്തിയാക്കി മാറ്റിയ അദ്ദേഹം എങ്ങനെയാണ് സ്വന്തം ജനതയുടെ വെറുപ്പിനിരയായത്? ഗദ്ദാഫിയുടെ കഥ ആരംഭിക്കുന്നത് ലിബിയയിലെ കൊടും മരുഭൂമിയിലാണ്. ഏകദേശം 1942 സിർട്ടിനടുത്തുള്ള ക്വാസർ അബുഹാഡി എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിന്റെ ഗോത്രമായ ഗദ്ദാഫ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്നു. നിരക്ഷരരായ മാതാപിതാക്കൾ. ഒരു ടെന്റിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം. എന്നാൽ ദാരിദ്ര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കി. വിദ്യാഭ്യാസം തേടി സെബയിലേക്കും പിന്നീട് മിസ്രാത്തയിലേക്കും അദ്ദേഹം യാത്ര ചെയ്തു. അന്നത്തെ ലിബിയയിൽ രാജവാസ് ഇദ്രിസ് ഒന്നാമന്റെ ദുർബലമായ ഭരണം നിലനിൽക്കുന്ന കാലം. രാജവാഴ്ചയ്ക്ക് കീഴിൽ ലിബിയയുടെ എണ്ണസമ്പത്ത് വിദേശ ശക്തികൾ കൊള്ളയടിക്കുന്നതായി യുവ ഗദ്ദാഫി വിശ്വസിച്ചു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ സാമ്രാജ്യത്വ വിരുദ്ധതയും അറബ് ദേശീയതയും ശക്തമായി വേരൂന്നി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധനാപാത്രം. അറബ് ഐക്യം, ഇസ്രായേൽ വിരുദ്ധ നിലപാടുകൾ, വിപ്ലവം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാഠങ്ങൾ. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സൈനിക ശക്തിയിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്ന് ഗദ്ദാഫിക്ക് ഉറപ്പായിരുന്നു. 1963 അദ്ദേഹം ബെൻഗാസിയിലെ റോയൽ മിലിറ്ററി അക്കാഡമിയിൽ ചേർന്നു. അച്ചടക്കമുള്ള സൈനിക ജീവിതം നയിക്കുമ്പോഴും അദ്ദേഹം തന്റെ വിപ്ലവ ലക്ഷ്യത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിച്ചില്ല. അവിടെ വെച്ച് അദ്ദേഹം സമാന ചിന്താഗതിക്കാരായ മറ്റു യുവ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി. അതീവ രഹസ്യമായി അവർ ഫ്രീ യൂണിയനിസ്റ്റ് ഓഫീസേഴ്സ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചു. ഇവർക്ക് കിഴക്കൻ ലിബിയയിലെ ദുർബലമായ രാജവാഴ്ച അവസാനിപ്പിക്കുക, വിദേശ സൈനിക താവളങ്ങൾ പുറത്താക്കുക, ലിബിയൻ ജനതയുടെ എണ്ണപ്പണം അവർക്ക് തിരികെ നൽകുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി ഗദ്ദാഫി ബ്രിട്ടനിലെ ബെക്കൻഫീൽഡിൽ കൂടുതൽ സൈനിക പരിശീലനം നേടുകയും വിപ്ലവത്തിനായുള്ള തന്ത്രങ്ങൾ മെനയുകയും ചെയ്തു. 1969 സെപ്റ്റംബർ 1 വിപ്ലവത്തിന്റെ സമയം സമാഗതമായി. ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജാവ് ഇദ്രിസ് ഒന്നാമൻ തുർക്കിയിൽ ചികിത്സയിലായിരുന്ന തക്കം നോക്കി യുവ കേണലായ ഗദ്ദാഫി തന്റെ സൈനികരോടൊപ്പം പ്രധാന കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു. അതൊരു രക്തരഹിത വിപ്ലവമായിരുന്നു. ലിബിയൻ ചരിത്രത്തിലെ ആ നിർണായക രാത്രിയിൽ 27 വയസ്സുകാരനായ മുഅമ്മർ ഗദ്ദാഫി റവല്യൂഷണറി കമാൻഡ് കൗൺസിലിന്റെ ചെയർമാനായി അധികാരം പിടിച്ചെടുത്തു. രാജവാഴ്ച ഔദ്യോഗികമായി അവസാനിച്ചു. ലിബിയൻ അറബ് റിപ്പബ്ലിക് പിറന്നു. ഈ വിപ്ലവം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെടുന്നു എന്ന് റേഡിയോയിലൂടെ അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടെ ലിബിയ വിദേശാധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ഒരു സ്വയംഭരണ രാജ്യമായി മാറി. അധികാരമേറ്റെടുത്ത ഉടൻ ഗദ്ദാഫി തന്റെ നയങ്ങൾ നടപ്പിലാക്കി തുടങ്ങി. വിദേശ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാനുള്ള കൽപ്പന നൽകി. ബ്രിട്ടീഷ് അമേരിക്കൻ സൈനികർ ലിബിയ വിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എണ്ണ വ്യവസായത്തിന്റെ ദേശസാൽക്കരണമായിരുന്നു. വിദേശ എണ്ണ കമ്പനികളുടെ നിയന്ത്രണത്തിലായിരുന്ന സമ്പത്ത് ഗദ്ദാഫി ലിബിയൻ സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. ഈ തീരുമാനം ലിബിയൻ സാമ്പത്തിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു. എണ്ണ വരുമാനം രാജ്യത്തിന്റെ വികസനത്തിനായി ഒഴുകിയെത്തി. ലിബിയൻ ജനതയ്ക്ക് സൗജന്യ വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ പരിരക്ഷ, താങ്ങാനാവുന്ന ഭവന പദ്ധതികൾ എന്നിവ നൽകി. ഒരു കാലത്ത് ദരിദ്രമായിരുന്ന ലിബിയ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറി. 1970കളുടെ മധ്യത്തോടെ ഗദ്ദാഫി തന്റെ സ്വന്തം രാഷ്ട്രീയ ദർശനം അവതരിപ്പിച്ചു. മുതലാളിത്വത്തിനും കമ്മ്യൂണിസത്തിനുമിടയിലുള്ള തന്റെ തത്വങ്ങൾ അദ്ദേഹം ദ ഗ്രീൻ ബുക്ക് എന്ന പുസ്തകത്തിലൂടെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു. 1977 ലിബിയയെ ഗ്രേറ്റ് സോഷ്യലിസ്റ്റ് പീപ്പിൾസ് ലിബിയൻ അറബ് ജമാഹീരിയ എന്ന് പുനർനാമകരണം ചെയ്തു. ജമാഹീരിയ എന്നാൽ ബഹുജനങ്ങളുടെ രാഷ്ട്രം. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളോ പാർട്ടികളോ ഇല്ലാത്ത ജനകീയ കോൺഗ്രസുകളിലൂടെ ജനങ്ങൾ നേരിട്ട് ഭരിക്കുന്ന സംവിധാനമാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. എന്നാൽ
ഇതെല്ലാം വെറും പുറംമോടി മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ജനകീയ കമ്മിറ്റികൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾക്ക് റബ്ബർ സ്റ്റാമ്പ് നൽകാൻ മാത്രമുള്ള ഉപകരണങ്ങളായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കപ്പെട്ടു. ഒരു പദവിയും അദ്ദേഹം ഔദ്യോഗികമായി ഏറ്റെടുത്തില്ല. പകരം സഹോദര നേതാവ്, വിപ്ലവത്തിന്റെ വഴികാട്ടി എന്ന പദവി സ്വീകരിച്ചു. ഈ അലങ്കാര പദവിയിലൂടെ അദ്ദേഹം സൈന്യത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും സർക്കാരിനെയും നിയന്ത്രിച്ചു. ലിബിയൻ ഭരണകൂടം അദ്ദേഹത്തിന്റെ വ്യക്തിപര ഭരണമായി മാറി. വിമത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ അദ്ദേഹം തന്റെ രഹസ്യ പോലീസിനെ SPDCയെ ഉപയോഗിച്ചു. ലിബിയൻ പ്രതിപക്ഷ നേതാക്കളെ വിദേശ രാജ്യങ്ങളിൽ വെച്ചുപോലും അദ്ദേഹത്തിന്റെ ഏജന്റുമാർ വേട്ടയാടി. ഭയം ഭരണത്തിന്റെ അടിസ്ഥാന ശിലയായി മാറി. 1980കളുടെ ഈ കാലഘട്ടം ലിബിയൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ ഏകാധിപത്യത്തിന്റെ പര്യായമായി മാറി. ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം ഗദ്ദാഫി ലോകരാഷ്ട്രീയത്തിൽ തന്റേതായ ഇടം കണ്ടെത്താൻ ശ്രമിച്ചു. ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ഗ്രൂപ്പുകൾക്കും പാലസ്തീനിയൻ മിലീഷ്യകൾക്കും ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി തുടങ്ങിയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം സാമ്പത്തികവും ആയുധപരവുമായ സഹായം നൽകി. ഇത് അദ്ദേഹത്തെ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കണ്ണിലെ കരടാക്കി മാറ്റി. ഗദ്ദാഫിയെ അവർ തീവ്രവാദത്തിന്റെ സ്പോൺസർ എന്ന് വിളിച്ചു. 1980കളുടെ മധ്യത്തോടെ US-ഉമായുള്ള ലിബിയയുടെ ബന്ധം പൂർണ്ണമായി തകർന്നു. ഈ വൈരാഗ്യം ഒരു യുദ്ധത്തിന് വഴിവെയ്ക്ക. 1986 ഏപ്രിലിൽ പശ്ചിമ ബെർലിനിലെ ഒരു ഡിസ്കോ ബാറിൽ നടന്ന ബോംബാക്രമണത്തിൽ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ ലിബിയയാണെന്ന് US പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ ആരോപിച്ചു. റീഗൻ ഗദ്ദാഫിയെ പരസ്യമായി മധ്യേഷ്യയിലെ ഒരു ഭ്രാന്തൻ നായ എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. പ്രതികാരമായി US വ്യോമസേന ട്രിപ്പോളിയിലും ബെൻഗാസിയിലും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഗദ്ദാഫിയുടെ സൈനിക താവളങ്ങൾ തകരുകയും അദ്ദേഹത്തിന്റെ വളർത്തുമകൾ ഹന്ന ഗദ്ദാഫി കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഗദ്ദാഫിയുടെ വ്യക്തിപരമായ പ്രതികാരത്തിന് തിരികൊളുത്തി. 1988 ഡിസംബറിലെ ലോക്കർബി വിമാന ദുരന്തം, പാൻ ആം ഫ്ലൈറ്റ് 103, ഗദ്ദാഫിയുടെ ഭരണത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി. 270 പേർ കൊല്ലപ്പെട്ട ആ വിമാനാപകടത്തിനു പിന്നിൽ ലിബിയൻ ഏജന്റുമാരാണെന്ന് അന്താരാഷ്ട്ര അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ സംഭവം ലിബിയയെ ലോകരാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. 1992 UN രക്ഷാസമിതി ലിബിയയ്ക്കുമേൽ ശക്തമായ സാമ്പത്തികവും യാത്രാപരവുമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. ഈ ഉപരോധം ലിബിയയുടെ വളർച്ചയെ പിന്നോട്ടടിക്കുകയും ഗദ്ദാഫിയെ രാഷ്ട്രീയമായി ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ലിബിയൻ സമ്പദ്വ്യവസ്ഥ തകരുകയും ജനങ്ങൾ വീണ്ടും ദുരിതത്തിലാകുകയും ചെയ്തു. 2000-ന് ശേഷം ഗദ്ദാഫി തന്റെ നയങ്ങളിൽ വലിയൊരു മാറ്റം വരുത്തി. ഉപരോധങ്ങൾ ലിബിയൻ ജനതയെ ദുരിതത്തിലാക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാതിരിക്കാൻ അദ്ദേഹം തന്ത്രപരമായ നീക്കങ്ങൾ തുടങ്ങി. 2003-ൽ ലോക്കർബി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ലിബിയ സമ്മതിച്ചു. ഇതിലും നിർണായകമായ നീക്കം ലിബിയയുടെ കൈവശമുള്ള കൂട്ടനശീകരണ ആയുധങ്ങൾ WMD ഉപേക്ഷിക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതായിരുന്നു. ഈ നീക്കത്തെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ സ്വാഗതം ചെയ്തു. ഉപരോധങ്ങൾ നീക്കപ്പെട്ടു. യൂറോപ്യൻ നേതാക്കൾ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെ ട്രിപ്പോളിയിലെത്തി ഗദ്ദാഫിയുമായി കരാറുകൾ ഒപ്പിട്ടു. ലിബിയൻ എണ്ണ വീണ്ടും ലോകവിപണിയിൽ പ്രവേശിച്ചു. അറബ് ഐക്യത്തിനായുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ ഗദ്ദാഫി തന്റെ ശ്രദ്ധ പാൻ ആഫ്രിക്കൻ ആശയങ്ങളിലേക്ക് തിരിച്ചു. അദ്ദേഹം സ്വയം ആഫ്രിക്കയുടെ രാജാക്കന്മാരുടെ രാജാവ് എന്ന് പ്രഖ്യാപിച്ചു. ആഫ്രിക്കൻ യൂണിയൻ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. ലിബിയയുടെ എണ്ണപ്പണം ഉപയോഗിച്ച് അദ്ദേഹം പല ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും വായ്പകളും സഹായങ്ങളും നൽകി. 2009-ൽ അദ്ദേഹം ആഫ്രിക്കൻ യൂണിയന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വേദിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതുൾപ്പെടെയുള്ള വിചിത്രമായ ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. ലിബിയയെ ഗ്രേറ്റ് റിവർ പ്രോജക്റ്റ് പോലുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൂടെ അദ്ദേഹം മാറ്റിമറിക്കാൻ ശ്രമിച്ചു. ഗദ്ദാഫിയുടെ ഭരണത്തിന്റെ മറ്റൊരു വിചിത്രമായ പ്രത്യേകത അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമായിരുന്നു. അദ്ദേഹം എപ്പോഴും തന്റെ അമസോണിയൻ ഗാർഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന വനിതാ അംഗരക്ഷകരാൽ ചുറ്റപ്പെട്ടാണ് സഞ്ചരിച്ചിരുന്നത്.
അന്താരാഷ്ട്ര വേദിയിൽ അദ്ദേഹത്തിന്റെ വിചിത്രമായ വേഷവിധാനങ്ങളും വലിയ ടെന്റുകളിലെ താമസവും ഒരുപാട് വാർത്താ പ്രാധാന്യം നേടി. എന്നാൽ ഇതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിന്റെ കുടുംബം ലിബിയയുടെ സമ്പത്ത് ദുരുപയോഗം ചെയ്തു. മക്കളായ സൈഫ് അൽ ഇസ്ലാം, മുതാസിം, സാദി തുടങ്ങിയവർക്ക് രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക മേഖലകളിലും സൈനിക രംഗത്തും വലിയ സ്വാധീനമുണ്ടായിരുന്നു. ലിബിയൻ ജനതയ്ക്ക് ലഭിക്കേണ്ട ആഡംബരങ്ങളെല്ലാം ഈ കുടുംബം സ്വന്തമാക്കി. ഇത് ജനങ്ങൾക്കിടയിൽ അമർഷം വർദ്ധിപ്പിച്ചു. ഉപരിപ്ലവമായി സമാധാനപരമെന്ന് തോന്നിയെങ്കിലും ലിബിയൻ സമൂഹം സാമ്പത്തിക അസമത്വത്തിലും രാഷ്ട്രീയ അടിച്ചമർത്തലിലും വീർപ്പുമുട്ടി. യുവാക്കൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു, പക്ഷേ അവസരങ്ങൾ കുറവായിരുന്നു. അഴിമതിയും കുടുംബഭരണവും കാരണം ലിബിയൻ ജനതയുടെ ക്ഷമ നശിച്ചു. ഗദ്ദാഫിയുടെ ശക്തമായ സുരക്ഷാ സംവിധാനമായിരുന്നു ഏക ആശ്വാസം. എന്നാൽ ഈ അടിച്ചമർത്തൽ ഇക്കാലം നിലനിൽക്കില്ല. അയൽ രാജ്യങ്ങളായ ടുണീഷ്യയിലും ഈജിപ്തിലും പൊട്ടിപ്പുറപ്പെട്ട ജനാധിപത്യ പ്രക്ഷോഭം ലിബിയയിലേക്കും വ്യാപിച്ചു. ഭയം പതിയെ പ്രതിഷേധത്തിന് വഴിമാറി. മുഅമ്മർ ഗദ്ദാഫി അധികാരത്തിലിരുന്ന 4 പതിറ്റാണ്ടുകളിൽ ഇന്ത്യയും ലിബിയയും തമ്മിൽ ശക്തമായ സൗഹൃദമാണ് നിലനിന്നിരുന്നത്. ശീതയുദ്ധകാലത്ത് 2 രാജ്യങ്ങളും ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന സജീവ വക്താക്കളായിരുന്നുവെന്നത് ഈ ബന്ധത്തിന്റെ ആഴം കൂട്ടി. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകളിലും ആഗോള രാഷ്ട്രീയത്തിലെ വികസ്വര രാജ്യങ്ങളുടെ ഐക്യത്തിലും ഗദ്ദാഫിയും ഇന്ത്യൻ നേതാക്കളും ഒരേ കാഴ്ചപ്പാട് പങ്കിട്ടിരുന്നു. 1984 അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ലിബിയ സന്ദർശിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. ഗദ്ദാഫിക്ക് ഇന്ദിരാഗാന്ധിയോടും നെഹ്റു കുടുംബത്തോടും വലിയ ബഹുമാനമുണ്ടായിരുന്നു. ലിബിയയുടെ നിർമ്മാണ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1970കളിലും 80കളിലും ലിബിയയിലെ വിമാനത്താവളങ്ങൾ, റോഡുകൾ, ഡാമുകൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് പോലുള്ള ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുൻപന്തിയിലുണ്ടായിരുന്നു. ലിബിയൻ എണ്ണപ്പാടങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളും എഞ്ചിനീയർമാരും ലിബിയയുടെ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനികളായിരുന്നു. ഈ കാലയളവിൽ ലിബിയൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ഇന്ത്യൻ പ്രവാസികളുടെ പങ്ക് ഗദ്ദാഫി ഭരണകൂടം എപ്പോഴും അംഗീകരിച്ചിരുന്നു. പ്രതിരോധ മേഖലയിലും ഇരു രാജ്യങ്ങളും തമ്മിൽ രഹസ്യവും പരസ്യവുമായ സഹകരണങ്ങളുണ്ടായിരുന്നു. ലിബിയൻ പൈലറ്റുമാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഇന്ത്യ പരിശീലനം നൽകിയിരുന്നു. അതുപോലെ തന്നെ ലിബിയയിലെ സർവകലാശാലകളിലും സ്കൂളുകളിലും ആയിരക്കണക്കിന് ഇന്ത്യൻ അധ്യാപകർ സേവനമനുഷ്ഠിച്ചിരുന്നു. ലിബിയൻ യുവതലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇന്ത്യൻ അധ്യാപകരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. ഗദ്ദാഫിയുടെ കാലത്ത് ലിബിയയിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടിരുന്ന വിദേശികളിൽ ഒന്ന് ഇന്ത്യക്കാരായിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര വേദികളിൽ പലപ്പോഴും ഇന്ത്യയുടെ നിലപാടുകളെ ഗദ്ദാഫി പിന്തുണച്ചിരുന്നു. കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ തേടിയപ്പോൾ ഗദ്ദാഫിയുടെ ലിബിയ പലപ്പോഴും ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിഷ്പക്ഷമായോ ആണ് സംസാരിച്ചിരുന്നത്. 1986 അമേരിക്ക ലിബിയയിൽ ബോംബാക്രമണം നടത്തിയപ്പോൾ ഇന്ത്യ അതിനെ ശക്തമായി അപലപിച്ചിരുന്നു. ഗദ്ദാഫിയുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പോലും ലിബിയയിൽ ഏകദേശം 12,000-ഓളം ഇന്ത്യൻകാർ ജോലി ചെയ്തിരുന്നുവെന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ തെളിവാണ്. ചുരുക്കത്തിൽ ലിബിയയുടെ എണ്ണസമ്പത്തും ഇന്ത്യയുടെ സാങ്കേതിക മികവും മനുഷ്യവിഭവശേഷിയും ഒത്തുചേർന്നപ്പോൾ അത് 2 രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു സഹവർത്തിത്വമായി മാറി. ഗദ്ദാഫിയുടെ പതനത്തിന് ശേഷം ലിബിയയിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത ഈ സുസ്ഥിരമായ ബന്ധത്തെ കാര്യമായി ബാധിച്ചു. ഗദ്ദാഫി ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭം 2011 ആഭ്യന്തര യുദ്ധമായി മാറിയപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് അവിടെ ജോലി ചെയ്തിരുന്ന 12,000-ഓളം വരുന്ന ഇന്ത്യൻ സമൂഹമായിരുന്നു. പതിറ്റാണ്ടുകളായി ലിബിയയിൽ സുരക്ഷിതമായി കഴിഞ്ഞിരുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, അധ്യാപകർ, എഞ്ചിനീയർമാർ എന്നിവർക്ക് യുദ്ധം കാരണം എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ സേഫ് ഹോമിംഗ് എന്നത് ലിബിയയിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യൻകാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ നടത്തിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒഴിപ്പിക്കൽ നടപടികളിലൊന്നായിരുന്നു. എയർ ഇന്ത്യ വിമാനങ്ങളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും ഉപയോഗിച്ച് 10,000-കണക്കിന് ഇന്ത്യൻകാരെയാണ് യുദ്ധഭൂമിയിൽ നിന്ന് സുരക്ഷിതമായി മാതൃരാജ്യത്തെത്തിച്ചത്. ഗദ്ദാഫിയുമായി ഇന്ത്യക്കുണ്ടായിരുന്ന ദീർഘകാല സൗഹൃദം ഈ രക്ഷാദൗത്യത്തിന് പലയിടങ്ങളിലും അനുകൂലമായ സാഹചര്യമൊരുക്കിയിരുന്നു. സാമ്പത്തിക തകർച്ചയും പ്രവാസികളുടെ മടക്കവും ഗദ്ദാഫിയുടെ മരണത്തിന് ശേഷം ലിബിയൻ സമ്പദ്വ്യവസ്ഥയെ തകർത്തു.
ലിബിയൻ ദിനാറിന്റെ മൂല്യമിടിഞ്ഞതും എണ്ണ ഉൽപ്പാദനം തടസ്സപ്പെട്ടതും കാരണം ശമ്പളം നൽകാൻ പോലും കമ്പനികൾക്ക് കഴിയാതെ വന്നു. ദശലക്ഷങ്ങളുടെ രൂപയുടെ സമ്പാദ്യവും ആസ്തികളും അവിടെ ഉപേക്ഷിച്ചാണ് പലർക്കും മടങ്ങേണ്ടി വന്നത്. ഗദ്ദാഫിയുടെ കാലത്ത് വിദേശികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ലഭിച്ചിരുന്ന വലിയ സുരക്ഷ അദ്ദേഹത്തിന്റെ മരണത്തോടെ ഇല്ലാതായി. വിവിധ സായുധ ഗ്രൂപ്പുകൾ അധികാരം പിടിച്ചതോടെ ഇന്ത്യൻ തൊഴിലാളികൾ തട്ടിക്കൊണ്ടുപോകലിനും ആക്രമണങ്ങൾക്കും ഇരയായി. IS പോലുള്ള ഭീകര സംഘടനകൾ ലിബിയയിൽ പിടിമുറുക്കിയതോടെ ഇന്ത്യൻ നഴ്സുമാരെ മറ്റും തടഞ്ഞുവെച്ച സംഭവങ്ങൾ ഇന്ത്യയിൽ വലിയ ഉത്കണ്ഠയുണ്ടാക്കി. ഗദ്ദാഫിക്ക് ശേഷം ലിബിയയിലുണ്ടായ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയും ലിബിയയും തമ്മിലുള്ള വ്യാപാരത്തെ ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമാക്കി. എന്നിരുന്നാലും ലിബിയയിലെ ജനാധിപത്യ പ്രക്രിയയെയും സമാധാന ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലിബിയയെ വീണ്ടും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യ ക്രിയാത്മകമായ പങ്കുവഹിക്കുന്നു. ഗദ്ദാഫിയുടെ മരണം ഒരു വ്യക്തിയുടെ അന്ത്യം മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയും ലിബിയയും തമ്മിൽ ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു സുവർണ കാലഘട്ടത്തിന്റെ അന്ത്യം കൂടിയായിരുന്നു. ലിബിയയിൽ സമാധാനം തിരിച്ചുവരുമ്പോൾ ഇന്ത്യ വീണ്ടും അവിടുത്തെ പുനർനിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. 2011 ഫെബ്രുവരിയിൽ കിഴക്കൻ ലിബിയയിലെ ബെൻഗാസിയിൽ പ്രതിഷേധങ്ങൾ തുടങ്ങി. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ തെരുവിലിറങ്ങി. ഗദ്ദാഫി ഭരണകൂടം ഈ പ്രതിഷേധങ്ങളെ സൈനിക ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചു. ഈ അടിച്ചമർത്തൽ പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ തീവ്രത നൽകി. സൈന്യത്തിലെ ഒരു വിഭാഗം വിമതർക്കൊപ്പം ചേർന്നു. ഗദ്ദാഫി തന്റെ സൈന്യത്തോട് അവസാന പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തു. അദ്ദേഹം പ്രതിഷേധക്കാരെ എലികൾ, മയക്കുമരുന്നിന് അടിമകൾ എന്ന് വിളിച്ചു. ഒരടി പോലും പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ചു. രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങി. ഗദ്ദാഫിയുടെ സൈന്യവും വിമതരും തമ്മിലുള്ള പോരാട്ടം വർദ്ധിച്ചതോടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ രൂക്ഷമായി. വിമതരുടെ കൂട്ടക്കൊല തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടാൻ തീരുമാനിച്ചു. UN രക്ഷാസമിതി പ്രമേയം 1973 അംഗീകരിച്ചു. അതോടെ ലിബിയയിൽ വ്യോമാക്രമണം നടത്താൻ നാറ്റോ സൈന്യത്തിന് അനുമതി ലഭിച്ചു. നാറ്റോയുടെ വ്യോമാക്രമണം വിമതർക്ക് വലിയ പിന്തുണ നൽകി. ഗദ്ദാഫിയുടെ സൈനിക ശക്തി പെട്ടെന്ന് തകർന്നു. ആഫ്രിക്കൻ യൂണിയനിലും അറബ് ലീഗിലും അദ്ദേഹം ഒറ്റപ്പെട്ടു. ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. 2011 ഓഗസ്റ്റ് മാസത്തിൽ വിമതസേന തലസ്ഥാനമായ ട്രിപ്പോളിയിലേക്ക് ഇരച്ചുകയറി. ഗദ്ദാഫിയുടെ ശക്തികേന്ദ്രമായിരുന്ന ബാബ് അൽ അസീസിയ കോംപ്ലക്സ് വിമതർ പിടിച്ചെടുത്തു. രാജ്യത്തിന്റെ ഭരണം തകർന്നതോടെ ഗദ്ദാഫി തന്റെ അനുയായികളോടൊപ്പം ഒളിവിലേക്ക് പോയി. ലിബിയൻ ജനതയുടെ 4 പതിറ്റാണ്ടിലേറെയുള്ള ഭയം ആശ്വാസമായി മാറി. രാജ്യത്തിന്റെ ഭരണം താൽക്കാലികമായി നാഷണൽ ട്രാൻസിഷണൽ കൗൺസിലിന് ലഭിച്ചു. ഗദ്ദാഫിയെ പിടികൂടാൻ വിമതർ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചു. 2011 ഒക്ടോബർ 20 തന്റെ ജന്മനഗരമായ സിർത്തിനടുത്തുള്ള ഒരു ഓവുചാലിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഗദ്ദാഫിയെ വിമത സൈനികർ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങൾ ലോകമെമ്പാടുമുള്ള വാർത്താ ചാനലുകളിലൂടെ പ്രചരിച്ചു. ഒരേകാധിപതിയുടെ അന്ത്യം അക്രമാസക്തമായ ആൾക്കൂട്ട നീതിയായിരുന്നു. മുഹമ്മർ ഗദ്ദാഫി കൊല്ലപ്പെട്ടു. ലിബിയയിലെ ഒരു യുഗത്തിന് അതോടെ അവസാനമായി. ഗദ്ദാഫി പോയിട്ടും ലിബിയയ്ക്ക് സമാധാനം ലഭിച്ചില്ല. അദ്ദേഹത്തിന്റെ ഏകാധിപത്യം ഇല്ലാതായപ്പോൾ ഗോത്രവർഗ നേതാക്കളും സായുധ മിലീഷ്യകളും അധികാരം പങ്കുവയ്ക്കുന്നതിനായി ഏറ്റുമുട്ടി. രാജ്യം ആഭ്യന്തര യുദ്ധങ്ങളിലേക്കും രാഷ്ട്രീയ അസ്ഥിരതയിലേക്കും കൂപ്പുകുത്തി. ഇന്ന് ഗദ്ദാഫിയുടെ കാലഘട്ടത്തെ പല ലിബിയക്കാരും ഭയത്തോടെയും അതേസമയം സാമൂഹിക സുരക്ഷയുടെ പേരിൽ നഷ്ടബോധത്തോടെയും ഓർക്കുന്നുണ്ടാവാം. മുഹമ്മർ ഗദ്ദാഫിയുടെ ജീവിതകഥ അധികാരം ഒരു മനുഷ്യനെ എങ്ങനെ മാറ്റിമറിക്കുന്നു എന്നതിൻ്റെയും ആ അധികാരശൂന്യത ഒരു രാജ്യത്തിന് എങ്ങനെ വിനാശകരമാകും എന്നതിൻ്റെയും ഒരു ചരിത്ര പാഠമാണ്. നിലവിൽ വലിയ തോതിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നില്ലെങ്കിലും ലിബിയയിൽ സമാധാനം പുലർന്നിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. വിദേശ സൈനികളും കൂലിപ്പട്ടാളക്കാരും, ഉദാഹരണത്തിന് റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പും ഇന്നും ലിബിയൻ മണ്ണിലുണ്ട്. ഗദ്ദാഫിയുടെ പതനത്തിനു ശേഷവും അദ്ദേഹത്തിന്റെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം ഗദ്ദാഫി ലിബിയൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട്. ലിബിയൻ ജനതയിൽ ഒരു വിഭാഗം പഴയകാലത്തെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും കൊതിക്കുന്നുണ്ട് എന്നത് സെയ്ഫിന് ചിലയിടങ്ങളിൽ പിന്തുണ നൽകുന്നു. ലിബിയയിലെ ഇന്നത്തെ ജനത 2 ലോകങ്ങൾക്കിടയിലാണ്. ഒരു വശത്ത് ഗദ്ദാഫിയുടെ കാലത്തെ അടിച്ചമർത്തലുകളില്ലാത്ത സ്വാതന്ത്ര്യം,
മറുവശത്ത് സുരക്ഷിതത്വമില്ലാത്ത സാമ്പത്തികമായി തകർന്ന രാജ്യം. വിപ്ലവത്തിനു ശേഷം 14 വർഷം പിന്നിടുമ്പോഴും ലിബിയ ഒരു ജനാധിപത്യ രാഷ്ട്രമാകാൻ ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നു. മുഅമ്മർ ഗദ്ദാഫി എന്ന ശക്തനായ ഭരണാധികാരിയുടെ അന്ത്യം ലിബിയൻ ജനതയ്ക്ക് വാഗ്ദാനം ചെയ്തത് ജനാധിപത്യവും സ്വാതന്ത്ര്യവുമായിരുന്നു. എന്നാൽ പ്രായോഗികമായി ലിബിയ നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അരാജകത്വമാണ്. ഗദ്ദാഫിക്ക് ശേഷം രാജ്യം ഒരൊറ്റ ഭരണകൂടത്തിന് കീഴിൽ നിൽക്കാൻ വിസമ്മതിച്ചു. ലിബിയ പ്രധാനമായും 2 രാഷ്ട്രീയ ശക്തികളായി വിഭജിക്കപ്പെട്ടു. പടിഞ്ഞാറൻ ലിബിയ, ട്രിപ്പോളി. ഇവിടെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച അന്താരാഷ്ട്ര ഗവൺമെന്റ് ഓഫ് നാഷണൽ യൂണിറ്റ് നിലനിൽക്കുന്നു. ഇവർക്ക് തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. കിഴക്കൻ ലിബിയ, ടോബ്രുക്ക്, ബെങ്കാസി. ഫീൽഡ് മാർഷൽ ഖലീഫ ഹഫ്താറിന്റെ നേതൃത്വത്തിലുള്ള ലിബിയൻ നാഷണൽ ആർമിയാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവർക്ക് ഈജിപ്റ്റ്, UAE, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയുണ്ട്. ഈ 2 ഭരണകൂടങ്ങളും ഒരേ സമയം രാജ്യം ഭരിക്കാൻ ശ്രമിക്കുന്നത് ലിബിയയെ ലോകത്തെ ഏറ്റവും സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലെത്തിച്ചു. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ലിബിയ. ഗദ്ദാഫിയുടെ കാലത്ത് ഈ പണം ജനക്ഷേമത്തിനുപയോഗിച്ചിരുന്നെങ്കിൽ ഇന്നത് വിവിധ മിലീഷ്യ ഗ്രൂപ്പുകൾ തമ്മിലുള്ള യുദ്ധത്തിനുള്ള പണമായി മാറി. എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണത്തിനായി നടക്കുന്ന പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ വരുമാനത്തെ തകർത്തു. എണ്ണ ഉൽപ്പാദനം പലപ്പോഴും തടസ്സപ്പെടുന്നതുമൂലം സാധാരണക്കാർക്ക് വൈദ്യുതി തടസ്സവും ഇന്ധനക്ഷാമവും നിത്യസംഭവമായി മാറി. കേന്ദ്രീകൃതമായ ഒരു സൈന്യത്തിന്റെ അഭാവത്തിൽ ISIS, അൽ-ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകൾ ലിബിയയിൽ താവളങ്ങൾ ഉറപ്പിച്ചു. തീരദേശ നഗരമായ സിർട്ട് ഒരു കാലത്ത് ISISന്റെ ആഫ്രിക്കയിലെ ആസ്ഥാനമായി മാറി. പിന്നീട് ലിബിയൻ മിലീഷ്യകളും വിദേശ സൈന്യങ്ങളും ചേർന്ന് ഇവരെ തുരത്തിയെങ്കിലും മരുഭൂമി മേഖലകളിൽ ഇവരുടെ സാന്നിധ്യം ഇന്നും ഭീഷണിയായി തുടരുന്നു. നിയമവാഴ്ചയില്ലാത്തതിനാൽ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാന ഇടത്താവളമായി ലിബിയ മാറി. മനുഷ്യക്കടത്തുകാർ ഇവിടെ തടങ്കൽ പാളയങ്ങൾ സ്ഥാപിക്കുകയും അഭയാർത്ഥികളെ അടിമകളായി വിൽക്കുകയും ചെയ്യുന്ന ഭീകരമായ വാർത്തകൾ പുറത്തുവന്നു. ലിബിയൻ തീരങ്ങളിൽ നിന്ന് മെഡിറ്ററേനിയൻ കടൽ കടക്കാൻ ശ്രമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും മുങ്ങിമരിക്കുന്നത്. ലിബിയയുടെ തകർന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ നേർചിത്രമായിരുന്നു 2023 സെപ്റ്റംബറിലുണ്ടായ ഡാനിയൽ കൊടുങ്കാറ്റ്. കിഴക്കൻ നഗരമായ ഡെർണയിലെ 2 ഡാമുകൾ തകർന്ന് 10,000കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഗദ്ദാഫിയുടെ കാലത്തിനു ശേഷം ഈ ഡാമുകൾ പരിപാലിക്കപ്പെട്ടിരുന്നില്ല എന്നത് ഭരണകൂടങ്ങളുടെ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിൽ വലിയ തോതിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നില്ലെങ്കിലും ലിബിയയിൽ സമാധാനം പുലർന്നിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെടുകയാണ്. വിദേശ സൈന്യങ്ങളും കൂലിപ്പട്ടാളക്കാരും, ഉദാഹരണത്തിന് റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പും, ഇന്നും ലിബിയൻ മണ്ണിലുണ്ട്. ഗദ്ദാഫിയുടെ പതനത്തിനു ശേഷവും അദ്ദേഹത്തിന്റെ മകൻ സൈഫ് അൽ-ഇസ്ലാം ഗദ്ദാഫി ലിബിയൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട്. ലിബിയൻ ജനതയിൽ ഒരു വിഭാഗം പഴയകാലത്തെ സമാധാനവും സാമ്പത്തിക ഭദ്രതയും കൊതിക്കുന്നുണ്ട് എന്നത് സൈഫിന് ചിലയിടങ്ങളിൽ പിന്തുണ നൽകുന്നു. ലിബിയയിലെ ഇന്നത്തെ ജനത 2 ലോകങ്ങൾക്കിടയിലാണ്. ഒരു വശത്ത് ഗദ്ദാഫിയുടെ കാലത്തെ അടിച്ചമർത്തലുകളില്ലാത്ത സ്വാതന്ത്ര്യം, മറുവശത്ത് സുരക്ഷിതത്വമില്ലാത്ത, സാമ്പത്തികമായി തകർന്ന ഒരു രാജ്യം. വിപ്ലവത്തിന് 14 വർഷം പിന്നിട്ടപ്പോഴും ലിബിയ ഒരു ജനാധിപത്യ രാഷ്ട്രമാകാൻ ഇന്നും പോരാടുകയാണ്. മുഅമ്മർ ഗദ്ദാഫി എന്ന പേര് ചരിത്രപുസ്തകങ്ങളിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെടും എന്നത് ഇന്നും തർക്കവിഷയമാണ്. ചിലർക്ക് അദ്ദേഹം സ്വന്തം രാജ്യത്തെ ആധുനികവൽക്കരിക്കുകയും പടിഞ്ഞാറൻ അധിനിവേശത്തിനെതിരെ പോരാടുകയും ചെയ്ത ഒരു വിപ്ലവ നായകനാണ്. എന്നാൽ മറ്റു ചിലർക്ക് അധികാരഭ്രാന്തിൽ സ്വന്തം ജനതയുടെ ചോരയൊഴുക്കിയ, ലോകത്തെ ഭയത്തിന്റെ നിഴലിൽ നിർത്തിയ ക്രൂരനായ ഒരു സ്വേച്ഛാധിപതിയാണ്. ഗദ്ദാഫിയുടെ 42 വർഷത്തെ ഭരണത്തിൽ ലിബിയ കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങൾ നിഷേധിക്കാനാവില്ല. സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യവും എണ്ണപ്പണത്താൽ പടുത്തുയർത്തിയ ആധുനിക നഗരങ്ങളും അദ്ദേഹത്തിന്റെ പൈതൃകമാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തെ വിലക്കിയും വിമത ശബ്ദങ്ങളെ നിശബ്ദമാക്കിയും അദ്ദേഹം നിർമ്മിച്ച ആ കൊട്ടാരം ഒടുവിൽ ജനരോഷത്തിന്റെ വേലിയേറ്റത്തിൽ തകർന്നു വീഴുകയായിരുന്നു. ഗദ്ദാഫിക്ക് ശേഷമുള്ള 14 വർഷങ്ങൾ ലിബിയയെ പതിപ്പിച്ചത് മറ്റൊരു കഠിന പാഠമാണ്. ഒരേകാധിപതിയുടെ പതനം എപ്പോഴും ജനാധിപത്യത്തിലേക്ക് നയിക്കണമെന്നില്ല.
പലപ്പോഴും അതൊരു രാജ്യത്തെ അരാജകത്വത്തിലേക്കും വിഭജനത്തിലേക്കുമാണ് തള്ളിവിടുന്നത്. ഇന്ന് ലിബിയയിലെ മരുഭൂമിയിലെ കാട്ടിന് ഗദ്ദാഫിയുടെ കാലത്തെ ഭയത്തിന്റെ ഗന്ധമില്ലായിരിക്കാം, പക്ഷേ അവിടെ സമാധാനത്തിന്റെ ശാന്തതയുമില്ല. തകർന്ന കെട്ടിടങ്ങളും വിഘടിച്ചു നിൽക്കുന്ന ഭരണകൂടങ്ങളും പട്ടിണിയിലായ ജനതയും ഇന്നും ഒരു ചോദ്യം ബാക്കിവെക്കുന്നു: ഗദ്ദാഫി എന്ന വ്യക്തിയാണോ അതോ ലിബിയ എന്ന രാഷ്ട്രമാണോ പരാജയപ്പെട്ടത്? അധികാരത്തിന്റെ ഉത്തുംഗ ശ്രേണിയിലിരിക്കുന്ന ഏതു ഭരണാധികാരിക്കും ചരിത്രം നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഗദ്ദാഫിയുടെ ജീവിതം. ജനങ്ങളെ തോക്കിൻമുനയിൽ നിർത്തുന്ന അധികാരം എന്നും ശാശ്വതമല്ല. സിർട്ടിലെ ആ ഓവുചാലിൽ വെച്ച് അദ്ദേഹം ചോദിച്ച "നിങ്ങൾക്ക് എന്താണ് വേണ്ടത്" എന്ന ചോദ്യത്തിന് ചരിത്രം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ അന്ത്യമായിരുന്നു. പക്ഷേ ആധുനിക ലിബിയ ഇന്നും ആ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നു. ഒരു വിപ്ലവത്തിന്റെ ചാരത്തിൽ നിന്ന് പുതിയൊരു ലിബിയ ഉദിച്ചുയരുമോ, അതോ ചരിത്രത്തിന്റെ ഇരുളിൽ അത് മറയുമോ എന്ന് കാലം തെളിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ? മറ്റൊരു ചരിത്രകഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.